ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വർഷയെ മഹിമ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകുന്നത് വരെയായിരുന്നു. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ പിൻ കമന്റ് ആയിട്ടും അതുപോലെ ഐക്കാർട്ടിലും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ചന്ദ്രമതി ശ്രുതിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വർഷയ്ക്ക്. ഇത് ശ്രുതി എന്നാണ് അവളുടെ പേരെന്നും അവള് സിംഗപ്പൂരാണ് വീട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കറിയാമെന്ന് വർഷ പറയാണ്. തുടർന്ന് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. അത് കാണുന്ന സച്ചി രേവതിയെ നൈസായിട്ട് തോണ്ടിയിട്ട് കണ്ടില്ലേ എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുകയാണ്. തുടർന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഒരുത്തനാണെങ്കിൽ കല്യാണ ദിവസം പറ്റിച്ചിട്ട് ഓടിപ്പോയി, അവനെ ഉള്ളിലേക്ക് കയറ്റി, ഇത്രയും നാളായിട്ട് അവനെടുത്ത പണം തന്നില്ല, ഇപ്പോ ഇവനാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാവരെയും കവളിപ്പിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് വന്നു. ഇതൊന്നും അത്ര ശരിയല്ല. ആ മധുസൂദനൻ പറഞ്ഞുള്ള സ്വത്തിന് വേണ്ടിയിട്ടാണ് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോയത് എന്ന് ഇപ്പോ അതാണ് സത്യം എന്നുള്ള കാര്യം അയാൾ സംസാരിക്കാൻ പോവാണ്. കണ്ടില്ലേ ഇവള് വന്ന് നിൽക്കുന്നത്, കുറച്ചെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നുള്ളൊരു കുറ്റബോധം പോലും ഇല്ലാതെയാണ് വന്ന് നിൽക്കുന്നത്. ഇതൊക്കെ വർഷയെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. രേവതി മതി എന്ന് പറഞ്ഞിട്ട് സച്ചിയെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്രമതി വർഷയുടെ അടുത്ത് പറയുന്നുണ്ട് അത് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും വർഷ പറയുന്നത് ആവശ്യമില്ലാത്ത ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞു ബാഗിൽ നിന്ന് നേരെ ഹെഡ്സെറ്റ് എടുത്തിട്ട് ചെവിയിൽ വെച്ചിട്ട് പാട്ട് കേൾക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നുണ്ട്. അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പൊ എല്ലാം അവസാനിച്ചില്ലേ എന്നുള്ള കാര്യം. ആര് പറഞ്ഞ് അവസാനിച്ചു എന്ന്? ഇതാ ഇപ്പൊ അവിടുന്ന് തുടങ്ങാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവില്ല, എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണേ. അത് കഴിഞ്ഞ് ശ്രീകാന്ത് വാ വർഷ നമുക്ക് ടെറസൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ട് വർഷ അവിടുന്ന് വലിച്ചോണ്ട് പോവാണേ. തുടർന്ന് രേവതി അവിടുന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ അടുത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി ഇവള് നമ്മൾ വിചാരിച്ച പോലെ അല്ലാന്ന് തോന്നുന്നല്ലോ എന്നുള്ള കാര്യം. അതെ ആന്റി, ഇവൾ അങ്ങനെ ആരെയും ഭയപ്പെടുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല എന്ന് പറയണേ. എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പോകുന്നത് നോക്കി നിൽക്കാണ് കേട്ടോ ചന്ദ്രമതി. തുടർന്ന് വർഷയാണെങ്കിൽ മുകളിൽ നിന്നിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ടിന്റെ അടുത്ത്. ഇപ്പൊ വന്നതേ ഉള്ളൂ, ഇവിടെ ശ്രീകാന്തിന്റെ ഏട്ടൻ സച്ചിയുണ്ട്, അവരൊഴികെ ബാക്കി എല്ലാവരും നല്ലവരാണെന്നൊക്കെ പറയണേ. അതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്ത് വന്നിട്ട് വർഷ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. എന്താ? സോറി വർഷ, സച്ചേട്ടൻ കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ അതിന് നീ എന്തിനാ സോറി പറയുന്നത്? അവരുടെ നേച്ചർ ഇതാണെന്നുള്ള കാര്യം എനിക്ക് അറിയാലോ. നീയും നിന്റെ മൂത്ത ഏട്ടനും ഭയങ്കര ഡീസന്റ് ആയിട്ടാണല്ലോ നടക്കുന്നത്, പക്ഷേ ഈ സച്ചേട്ടൻ മാത്രം എന്താ ഇങ്ങനെ ബിഹേവ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ മാറിയിട്ട്. തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൻ അങ്ങനെയാണ്, അവൻ അങ്ങനെ വളർന്നത്, അവന് മനസ്സിൽ എന്ത് തോന്നിയോ അത് അപ്പം തന്നെ പുറത്ത് വിളിച്ചു പറയും, എന്താ ഏതാന്നുള്ള കാര്യമൊന്നും ചിന്തിക്കില്ല എന്നൊക്കെ പറയണേ. എന്തായാലും ഇങ്ങനെ ഒരാളുടെ കൂടെ എങ്ങനെയാണ് രേവതി ചേച്ചി കഴിയുന്നതെന്നുള്ള കാര്യമാണ് മനസ്സിലാവാത്തത്. അവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് പാവമായിട്ട് തോന്നുന്നത്. രേവതി ചേച്ചിയെ പോലത്തെ ഒരാൾക്ക് ഇതിനേക്കാൾ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ, സച്ചിയേട്ടൻ നല്ലവനാണ്, കുറച്ച് ദേഷ്യക്കാരനാണെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ വാട്ട് എവർ ഐ ഡോണ്ട് ലൈക്ക് ഹിം എന്ന് പറയണേ വർഷ. സച്ചിൻ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ശ്രീകാന്ത് എന്ന് വിളിച്ചും കൊണ്ട് അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം ശ്രുതി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ ചുമ്മാ ഇവിടേക്ക് നിന്ന് കാണുമായിരുന്നു. താഴെ ചടങ്ങുകളൊക്കെ ബാക്കിയുണ്ട്, നിങ്ങളെ ആന്റി വിളിക്കുന്നുണ്ട്, താഴേക്ക് വരൂ. അങ്ങനെ ശ്രുതി പോകുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി താങ്ക്സ് എന്ന്. എന്തിന്? ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് ചേച്ചിയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതിലൊക്കെ എന്താ ശ്രീകാന്ത് ഉള്ളത്? നിങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അതില് തെറ്റൊന്നുമില്ല, എങ്കിലും നിങ്ങൾ പറഞ്ഞിട്ട് കല്യാണം കഴിക്കായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഇപ്പൊ എല്ലാം ശരിയായില്ലേ, നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് ശ്രുതി താഴേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ അവര് താഴേക്ക് വരുമ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങോട്ടാ പോയത്? ഞങ്ങൾ ചുമ്മാ അമ്മയെ വർത്താനം പറഞ്ഞു നിൽക്കായിരുന്നു എന്ന് പറയാണേ. ശരി, എന്തായാലും ഇവള് വിളക്ക് കത്തിക്കണല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ അതെന്തിനാ ആന്റി, ഇവിടെ കറണ്ട് ഇല്ലേ എന്ന് ചോദിക്കുകയാണ് വർഷ. ഇത് കേൾക്കുമ്പോ എല്ലാവരും പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ വർഷയുടെ അടുത്ത്, അതുമോളെ നീ ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് മോളുടെ കൈ കൊണ്ട് വിളക്ക് കത്തിക്കണമെന്ന് പറയണേ. യെസ്, ഞാൻ സീരിയലിൽ ഡബ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നീ TV സീരിയൽ കണ്ടിട്ടാണോ പഠിച്ചിരിക്കുന്നത്? ഇത് കേട്ട ഉടനെ തന്നെ വർഷ ചോദിക്കുന്നുണ്ട്, പിന്നെ അങ്കിൾ സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് ഇത് പഠിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പോഴേക്കും ശ്രീകാന്ത് വർഷ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യത്തോടു കൂടി വിളിക്കുന്നുണ്ട്. അപ്പൊ വർഷം മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും രേവതി, എന്തായാലും നീ വാ വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി കൈപിടിക്കാണ് കേട്ടോ വർഷയെ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ പോയിട്ട് ഉപ്പും മുളകൊക്കെ എടുത്തിട്ട് വാ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ലേ ചെയ്യേണ്ടത്, എന്താ മറന്നു പോയോന്ന് ചോദിക്കണേ. ശരി എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണേ. അങ്ങനെ രേവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്,
മോള് പോയിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ ഡ്രസ്സിന് എന്താ ആന്റി കുഴപ്പമെന്ന് ചോദിക്കുകയാണേ. അതല്ല, മോളിവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത്, അപ്പോൾ സാരിയൊക്കെ ഉടുക്കായിരുന്നു എന്ന് പറയാണ്. അയ്യോ ആന്റി, എന്റെ കയ്യിൽ സാരിയൊന്നുമില്ല, ദീപാവലിക്ക് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണെങ്കിൽ വാഷ് ചെയ്തിട്ടില്ല, അങ്ങ് വീട്ടിലാണുള്ളത്. ഇത് കേട്ട ചന്ദ്രമതി, ശരി ശരി, ഈ ഡ്രസ്സിൽ ഇപ്പൊ വിളക്ക് കത്തിന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല മനസ്സോട് കൂടിയിട്ട് വിളക്ക് കത്തിച്ചാൽ മതി, അപ്പോ വിളക്ക് കത്തിക്കോളൂ. ഇതൊക്കെ കാണുമ്പോൾ രവിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പക്ഷേ ചന്ദ്രമതി ആണെങ്കിൽ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. എന്തായാലും മോള് വാ, എന്നിട്ട് വിളക്കെത്തിക്ക്, മോനെ നീയും കൂടെ വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും പൂജാമുറിന്റെ ഉള്ളിലേക്ക് കയറ്റാണ് കേട്ടോ. പൂജാമുറിന്റെ വാതിക്കലാണെന്നുണ്ടെങ്കിൽ ശ്രുതിയും അതുപോലെ സുധിയും ഉണ്ട്, രവീന്ദ്രനും ഉണ്ട് കേട്ടോ. അങ്ങനെ വർഷയുണ്ടല്ലോ തീപ്പെട്ടി എടുത്ത് കയ്യിൽ പിടിച്ച് കൊള്ളി ഓരോന്നെടുത്ത് ഒരച്ച് താഴെയാണ്, ഒന്നും കത്തുന്നില്ലേ. ഇത് കാണുമ്പോൾ പുറത്ത് നിന്നിട്ട് ശ്രുതിയും സുധിയും ചിരിക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ രവീന്ദ്രന്റെ മുഖം കണ്ടിട്ട് ചന്ദ്രമതിക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ചന്ദ്രമതി ജസ്റ്റ് നൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. തീപ്പെട്ടി കൊള്ളി നനഞ്ഞു എന്നാ തോന്നുന്നത്, മോള് വേറെ എടുത്ത് കത്തിക്ക്. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് ഉപ്പും മുളകൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ. രേവതി കാണുന്നത് വർഷം ഇങ്ങനെ തീപ്പെട്ടി ഉരച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഉരയ്ക്കാന്നല്ലാണ്ട് കത്തുന്നില്ല. ഒരു തീപ്പെട്ടി കൊല്ലി ഉരച്ച് കത്തിക്കാൻ പോലും ഹർഷയ്ക്ക് അറിയില്ല കേട്ടോ. രേവതിയുടെ മുഖത്തേക്കാണെങ്കിൽ രവീന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. രവീന്ദ്രൻ നോക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയും കാണുന്നുണ്ട്. അങ്ങനെ രേവതി അവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ രേവതിയുടെ നെഞ്ചത്തോട്ടേക്കായി ചന്ദ്രമതി, എന്താ രേവതി ഇത്, നീ നനഞ്ഞ തീപ്പെട്ടി എടുത്തിട്ടാണോ കൊടുത്തിരിക്കുന്നത്? അല്ല അമ്മേ, ഞാൻ ഇപ്പോൾ അത് പുതിയത് എടുത്ത് കൊടുത്തതേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, തീപ്പെട്ടി ഒഴിച്ചിട്ട് കത്തിയിട്ടില്ലെങ്കിൽ അതിനും ഇവളെയാണോ കുറ്റം പറയാ നീ? മോളെ, അത് ശരിക്ക് കത്തിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ. ഇതുപോലും നിനക്ക് അറിയില്ല എന്നുള്ള കാര്യം ചോദിക്കും. എനിക്കിത് കത്തിച്ചിട്ട് ശീലമില്ല അങ്കിൾ, സ്മോക്കിംഗ് ചെയ്യുന്ന ഹാബിറ്റും ഇല്ല, ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അറിയുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അയ്യോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണേ. ചന്ദ്രമതിയുടെ കണ്ണിപ്പോൾ പുറത്തു ചാടും എന്നുള്ള രീതിയിലാണ് കേട്ടോ നോക്കുന്നത്. സ്മോക്കിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഒരു മാച്ച് ബോക്സ് കത്തിക്കാൻ വേണ്ടിയിട്ട് മോളെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ആവശ്യമില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല അങ്കിൾ, അതിനല്ലേ ശ്രീകാന്ത് ഉള്ളത്. അത് പറയുന്ന കേൾക്കുമ്പോൾ രവി ശ്രീകാന്തിനൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് നൈസായിട്ട് തല താഴ്ത്തുകയാണ്. തുടർന്ന് രവീന്ദ്രൻ നേരെ നോക്കുന്ന രേവതിയുടെ മുഖത്തേക്കാണ്. രേവതിയും തല താഴ്ത്തുന്നുണ്ട്. പക്ഷേ ശ്രുതിയും അതുപോലെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പരസ്പരം നോക്കി ചിരിക്കുകയാണ് കേട്ടോ. തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്, ശരി മോളെ നീ കത്തിക്ക്. അങ്ങനെ വർഷ വീണ്ടും വീണ്ടും ഉരച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനിടയ്ക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ, വർഷ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യം. നോ നോ നോ, ഇത് തീപ്പെട്ടിക്കൊള്ളി മൊത്തം തീർന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇത് കത്തിക്കാതെ ഞാൻ വിടില്ല. കത്തിക്കാതെ വിടില്ല എന്നോ? ഇതൊക്കെ എന്തൊരു ശീല എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രവീന്ദ്രൻ. അപ്പോഴേക്കും ചന്ദ്രമതി അരികിലേക്ക് വന്നിട്ട്, അവൾക്ക് അങ്ങനെ ഒന്നും ചെയ്ത് ശീലമല്ലല്ലോ, അതുകൊണ്ടാണ്. തുടർന്ന് രവി പറയുന്നുണ്ട് കേട്ടോ, വീട്ടിലേക്ക് വരുന്ന മരുമകളുടെ കാലിലെ നഖത്തിന്റെ ഉള്ളിലുള്ള ചെളി വരെ കളയുന്ന രീതിയിലാണ് നമ്മൾ കാല് കഴുകിങ്ങാണ്ട് ശുദ്ധതയോട് കൂടിയിട്ട് കയറാൻ വേണ്ടി പറയാ. എന്നിട്ട് പൂജാമുറി കയറിയിട്ട് ഒരൊറ്റ കത്തിക്കലോട് തന്നെ വിളക്ക് കത്തണം, അതാണ് ഈ വീട്ടിലെ ശീലം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ എല്ലാം മുന്നോട്ട് പോവുള്ളൂ. തുടർന്ന് ശ്രുതി നൈസായിട്ട് സുധിയുടെ അടുത്ത് പറയുന്നുണ്ടോ, എന്താ സുധി ഇത്, ഈ പെൺകുട്ടിക്ക് ഒരു മാച്ച് ബോക്സ് കത്തിക്കാൻ പോലും അറിയില്ലേ എന്നുള്ള കാര്യം. അതെ അതെ, അവള് ആ തീപ്പെട്ടിക്കൊള്ളി മൊത്തം തീർക്കുന്നാ തോന്നുന്നത്. ആന്റിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും ആന്റിയുടെ മുഖം നോക്ക്, ഇപ്പൊ അവൾക്ക് നന്നായിട്ട് കേൾക്കാം. രേവതിയെ ചീത്ത പറയാറില്ലേ, അതുപോലെ തന്നെ നടക്കാൻ വേണ്ടി പോകുന്നു നോക്കുന്നൊക്കെ പറയാണ് കേട്ടോ സുധീരുടെ അടുത്ത്. ഇന്നെന്തായാലും നമുക്ക് നല്ല എന്റർടൈൻമെന്റ് ഉണ്ടെന്നൊക്കെ പറയാണ് ശ്രുതി. അത് കഴിഞ്ഞ് ചന്ദ്രമതി, മോളെ ആ തീപ്പെട്ടി ഇങ്ങോട്ടാന്ന് പറഞ്ഞിട്ട് കയ്യിൽ മേടിക്കുകയാണ്. എന്നിട്ട് മഴക്കാലല്ലേ, അതായിരിക്കും തണുത്തിരിക്കുന്നത്, അല്ലാതെ വർഷയുടെ മേലെ ഒരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തീപ്പെട്ടി ഇങ്ങനെ ഉരയ്ക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങനെ പറഞ്ഞത്? അതെ, ആന്റിക്ക് എന്താ പറ്റിയെന്ന് ശ്രുതിയും. തുടർന്ന് ചന്ദ്രമതി കത്തിക്കാണ് കേട്ടോ. ഇപ്പൊ എന്താ തീപ്പെട്ടിക്കുള്ളി തണുത്തു പോയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കിയിട്ടാണല്ലോ ചെയ്തത്, അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ആ കത്തിച്ച കൊള്ളി വർഷയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വിളക്കൊക്കെ കത്തിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയിൽ നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് രേവതി ഒരു ഗ്ലാസ്സിനകത്ത് അരിയും അതുപോലെ മുളകും ഉപ്പും എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ചന്ദ്രമതി വർഷയ്ക്ക് നേരെ നീട്ടുന്ന സമയത്ത്, എന്താ ആന്റി ഇതൊന്നും കുക്ക് ചെയ്തിട്ട് തരില്ലേ, അല്ലെങ്കിൽ ശ്രീകാന്ത് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഡിഷ് ചെയ്യാൻ വേണ്ടി പോവാണോന്ന് ചോദിക്കുകയാണെ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രന്റെ മുഖം ഒന്ന് കാണണം, വല്ലാത്ത കഷ്ടം തന്നെയാണല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ തലകുനിച്ച് നിൽക്കുന്നത്. അതല്ല മോളെ, വീട്ടിലേക്ക് വന്നിരിക്കുന്ന മരുമകളെ ഇതെല്ലാം തൊട്ട് വന്നിക്കണം, അതാണ് ശീലം എന്ന് പറയാണേ. അങ്ങനെ മൊത്തത്തിൽ തൊട്ട് തലോടുന്ന സമയത്ത് അങ്ങനെയല്ല, ആദ്യം ഉപ്പ് പിന്നെ എല്ലാ സാധനങ്ങളും തൊട്ടതിന് ശേഷം ലാസ്റ്റ് കൈ വെള്ളത്തിൽ മുക്കണം എന്ന് പറയാണേ. അങ്ങനെ അത് തിരിച്ച് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പൂത്തട്ട് എടുത്തിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അവർ രണ്ടുപേരെടുത്തും അനുഗ്രഹം മേടിക്കാൻ വേണ്ടി നിൽക്കാൻ പറയാണ്. അപ്പോഴേക്കും രേവതി പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെയും പൂവൊക്കെ ഇട്ടിട്ട് അനുഗ്രഹിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും കൂടി ചേർന്ന്.
അനുഗ്രഹിക്കുന്ന സമയത്ത് 16 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് നല്ല ജീവിതം നയിക്കണം എന്നൊക്കെയാണ് രവീന്ദ്രൻ പറയുന്നത്. ഒരു പഴയൊരു രീതിയിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് കേട്ട വർഷയാണെങ്കിൽ ഇമ്പോസിബിൾ, എങ്ങനെ ഇതൊക്കെ നടക്കുന്നത്? അയ്യോ മോളെ, അങ്ങനെ പറഞ്ഞതല്ല, അതൊരു മുറ പോലെ പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറയണേ. തുടർന്ന് രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ കൊടുക്കുകയാണ്, ശ്രുതിയും സുധിയും കൂടി ചേർന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിയെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടിട്ട് വർഷ. അപ്പോഴേക്കും നൈസായിട്ട് ചന്ദ്രമതി മാറ്റുകയാണ്. എന്നിട്ട് രേവതി, നീ ചെന്നിട്ട് പാലും പഴമൊക്കെ എടുത്തിട്ട് വാന്ന് പറയാണ്. ശ്രീകാന്ത് വർഷയുടെ കൈ പിടിച്ചിട്ട് നീ പോയിട്ട് സോഫയിൽ ഇരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് സോഫയിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അശോകൻ വരുന്നത്. രവി എന്ന് വിളിച്ചുകൊണ്ടിട്ടോ. ആ വാ അശോക എന്ന് പറയുന്നുണ്ട്. ആഹാ, ശ്രീകാന്തും ഭാര്യയും വന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ വന്നു എന്ന് പറയണേ. അങ്ങനെ അശോകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വർഷയ്ക്ക്. അത് കഴിഞ്ഞ് രണ്ടുപേർക്കും ആശംസകൾ അറിയിക്കാൻ വേണ്ടി അശോകൻ ചെല്ലുന്ന സമയത്ത് ഹായ് എങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയാണെങ്കിൽ കൈ കൊടുക്കുകയാണ്. അപ്പോൾ എന്താന്നുള്ള രീതി നോക്കുന്നുണ്ടെങ്കിലും അശോകൻ കൈ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ചെയ്ത തെറ്റെല്ലാം മറന്ന് നിന്നെ അവര് തിരിച്ചു വിളിച്ചു, അത് നിന്റെ അച്ഛന്റെ വലിയ മനസ്സാണ്. അതുകൊണ്ട് തന്നെ ഇനി സൂക്ഷിച്ചു കണ്ടിട്ടൊക്കെ വേണം മുന്നോട്ടുള്ള ജീവിതം. അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യരുത്. രണ്ടുപേരും വീട്ടിലേക്ക് വന്നല്ലോ, ഒരുപാട് സന്തോഷം. തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. ശരി ശരി, ഇനി ചടങ്ങുണ്ട്, നിങ്ങൾ ഇരിക്കുമെന്ന് പറയുമ്പോൾ ആ നിങ്ങൾ ചടങ്ങൊക്കെ നോക്കുക എന്ന് പറഞ്ഞിട്ട് അശോകൻ രവീന്ദ്രന്റെ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശ്രുതിയാണെങ്കിൽ നമ്മുടെ സുധീരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. എന്താ സുധി ഇത്, ആൻറ്റി നല്ല മര്യാദയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവള് പുതിയതായിട്ട് വന്ന മരുമകളല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ സുധി. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇവള് നമ്മുടെ സ്ഥാനത്ത് കയറി ഇരുന്നിട്ട് നമ്മളെ ഇവിടെ ഇറക്കി വിടുവോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണേ. അപ്പോഴേക്കും ചന്ദ്രമതി, ശ്രുതി നീ പോയിട്ട് രേവതിയുടെ അടുത്ത് അത് മേടിച്ചിട്ട് വാ എന്ന് പറയണേ. ആ ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ രേവതി അതായിട്ട് വരുവാണല്ലോ. അപ്പോൾ ശ്രുതി അത് മേടിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. എന്നാൽ ശ്രുതി ഇത് കൊണ്ട് ചെല്ലുന്ന സമയത്ത് ചന്ദ്രമതി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. അത് കാണുമ്പോൾ ശ്രുതിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. എന്നിട്ട് ശ്രുതി രേവതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. രേവതി തിരിച്ചും. തുടർന്ന് ചന്ദ്രമതി ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, ശ്രീകാന്ത് നീ കുറച്ച് കുടിച്ചിട്ട് ബാക്കി വർഷയ്ക്ക് കൊടുക്ക്. ശരിയെന്ന് ശ്രീകാന്ത് പറയാണ്. പക്ഷേ വർഷ ചോദിക്കുന്നുണ്ടേ, അല്ല ആന്റി എന്താ വേറെ ക്ലാസ് ഇല്ലേ? ഇത് കേട്ടിട്ട് എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. ഇത് മോളെ ഒരാചാരമാണ്, ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി ഭാര്യ കുടിക്കണം. അതെന്താ ഭാര്യ കുടിച്ചതിന്റെ ബാക്കി ഭർത്താവിനെ കുടിച്ചൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അശോകൻ രവീന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടേ. രവീന്ദ്രനാണെങ്കിൽ തലോണ്ടിങ്ങനെ ഒരു ആട്ടൊക്കെ ആട്ടുന്നുണ്ട്. ആദ്യം ഞാൻ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് വർഷ അത് മേടിക്കുകയാണ് കേട്ടോ. ശ്രീകാന്ത് തായ എന്ന് പറഞ്ഞ് അങ്ങനെ വർഷ കുടിക്കുകയാണ്. അത് കണ്ട് ബാക്കിയാണ് കേട്ടോ ശ്രീകാന്തിന് കൊടുക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് അത് കുടിക്കുകയാണ്. ഇനി എന്താ ആന്റി ബാക്കി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ പഴം നിങ്ങൾ രണ്ടുപേരും കൂടി പാതി പാതി കഴിക്കണമെന്ന് പറയണേ. അയ്യോ ആന്റി, എനിക്ക് ബനാന തീരെ ഇഷ്ടമല്ല, ആപ്പിൾ ഒന്നുമില്ലേ? ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ചന്ദ്രമതി നിന്നുരുകയാണ് കേട്ടോ. അതുമോളെ ഈ പഴം തന്നെ കഴിക്കണം. ആ ഓക്കെ ശരി, അത് വിട്ടേക്ക്. അങ്ങനെ വർഷ ആദ്യം എടുക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, അതുമോളെ ഇത് ശ്രീകാന്താണ് ആദ്യം. അയ്യോ ആന്റി പേടിക്കണ്ട, ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞല്ലോ. അപ്പോഴേക്കും രേവതി അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും രേവതി അവിടെ നിന്ന് ഓടിക്കുകയാണ്. നീ അവിടെ പോയി അതെടുത്ത് വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഓടിക്കുന്നുണ്ട്. തുടർന്ന് ശ്രുതിയുടെ അടുത്ത് പറയുന്നത് വർഷയും ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോയെന്നാണ്. അങ്ങനെ രവീന്ദ്രൻ ചന്ദ്രപതിയെ വിളിക്കുകയാണ്. ചന്ദ്രപതി, ഞങ്ങൾ രണ്ടുപേരും കൂടി യൂണിയൻ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം, ഹോസ്പിറ്റൽ ചെലവുകൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നോക്കട്ടെ. അയ്യോ ഇനിയും ചടങ്ങുകളുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ആ ചടങ്ങുകളൊക്കെ നീ അങ്ങ് ഒറ്റയ്ക്ക് ചെയ്താൽ മതി എന്ന് പറയാണ് കേട്ടോ. രേവതി ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവർ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വർഷയെക്കുറിച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. പുതിയ മരുമകൾക്ക് പ്രത്യേകിച്ച് ശീലങ്ങളും കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് തോന്നുന്നല്ലോ. അവള് ഈ കാലത്തെ പെൺകുട്ടിയല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ. എന്തൊക്കെയാണെങ്കിലും അശോക, ഞാൻ എൻ്റെ 3 മരുമക്കളെയും ഒരുപോലെയാണ് കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും രേവതിയെ പോലുള്ളൊരു ശുദ്ധ മനസ്സും അവളുടെ സ്വഭാവം ഒന്നും മറ്റു 2 മക്കൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാണ്, പക്ഷെ 3 മരുമക്കളും 3 വിധത്തിലല്ലേ ഉള്ളത്. ചന്ദ്രമതി എങ്ങനെയാണ് ഈ 3 പേരെയും സഹിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അശോകന് മറുപടിയായിട്ട് രവീന്ദ്രൻ പറയുന്നത് എന്താണെന്നറിയോ, ചന്ദ്രമതിയെ ഈ 3 മരുമക്കൾ എങ്ങനെയാ സഹിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വീട് ഇപ്പം നിറഞ്ഞ പോലെയുണ്ട്, മനസ്സിനും നല്ല സന്തോഷമുണ്ട്. ഈ സന്തോഷം എപ്പോഴും ഉണ്ടാക്കണം, അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. വാ നമുക്ക് പോയെന്ന് പറഞ്ഞിട്ട് അശോകനെ കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ രവീന്ദ്രൻ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്